ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഗാർലിക്കിൻ്റെ ഇല കൊണ്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാകും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തലേന്നത്തെ ചോറ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ, അതാണ് എടുത്തത്. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗാർലിക്സിൻ്റെ ലീവ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തതും, പിന്നെ കുറച്ച് ഉള്ളിയുടെ ഇല, അത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മുട്ടയിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഈ മുട്ട ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം കേട്ടോ. മുട്ട നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ച് ഒരു ഫ്രൈ പരുവമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കത് അതിൻ്റെ അകത്ത് കോരി മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് ബാക്കി സാധനങ്ങളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് ശരിക്കും അതൊന്നൊരു ചിക്കിപ്പൊരിയുന്ന രീതി ആവത്തുള്ളൂ, അല്ലെങ്കിൽ ഓംലെറ്റ് പോലെ ആവുക. അപ്പോൾ കുറച്ച് എണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം ഇച്ചിരി പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സ്റ്റാർ അനീസ് ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ ഇലയും സവാളയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് എന്താ പറയുന്നത്, കുഴച്ച് കളയരുത്, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. ഇതിനൊന്നും ഒത്തിരി വേവേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ സോയ സോസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്തോട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോറ് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് വെതറി കൊടുക്കണം. 1 സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു ചെറിയൊരു പുളിപ്പിനും അതിനൊക്കെ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ചോറിങ്ങനെ വെതറി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടത് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വേവിച്ച് മൂടി വയ്ക്കാം കേട്ടോ. ഒരു 5 മിനിറ്റത്തെ അത് മതി. ജസ്റ്റ് ആ ചോറൊന്ന് ചൂടായി മസാലയൊക്കെ ഒന്നായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് മുകളിലോട്ട് നമ്മൾ ആദ്യം ചിക്കി പൊരിച്ച് വെച്ച് മുട്ടയും കൊണ്ട് ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.